ഉണ്ണീശോയെ സ്വന്തമാക്കാൻ 25 പ്രാർത്ഥനകൾ. 5-ാം ദിനം. മറിയത്തിന്റെ വിശ്വാസം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ലൂക്ക 1-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രക്ഷാകര ചരിത്രത്തിലും സഭയിലും അതുല്യമായ സ്ഥാനം അലങ്കരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ സവിശേഷമായ രീതിയിൽ ഓർക്കുന്ന കാലമാണല്ലോ ആഗമനകാലം. പരിശുദ്ധ കന്യകാമറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന പൗരസ്ത്യ സഭാ പിതാവ് വിശുദ്ധ അപ്രേം ഇപ്രകാരം എഴുതി: തീർച്ചയായും നീയും നിന്റെ അമ്മയും മാത്രം എല്ലാ തലങ്ങളിലും പൂർണ്ണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. എന്റെ കർത്താവെ, നിന്നിലും നിന്റെ അമ്മയിലും യാതൊരു മാലിന്യവും ഇല്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിശുദ്ധ അപ്രേം വീണ്ടും മറിയത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതി: മറിയത്തെ പോലെ ഏതൊരമ്മയ്ക്കാണ് തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ മകനെന്നും സൃഷ്ടാവിന്റെ സുതനെന്നും വിളിക്കുവാൻ സാധിക്കുക? മാലാഖ അരുളിയ വചനത്തിൽ വിശ്വസിച്ച മറിയം അത്യുന്നതിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ പൂർണ്ണ പങ്കാളിയായി. മറിയത്തോട് ചേർന്ന് മാത്രമേ ആഗമനകാലത്ത് പുണ്യത്തിൽ വളരാനും പുരോഗമിക്കാനും കഴിയൂ. പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, അത്യുന്നതന്റെ പുത്രന്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ നീ തെരഞ്ഞെടുത്തുവല്ലോ. ആ അമ്മയുടെ ദൈവവിശ്വാസവും വിശുദ്ധിയും ഈശോയുടെ തിരുപ്പിറവിക്കൊരുങ്ങുന്ന ഞങ്ങൾക്ക് വെളിച്ചം പകരട്ടെ. പൂർണ്ണമായ സ്നേഹവും നിലയ്ക്കാത്ത ഉപവിപ്രവർത്തികളും നിതാന്തമായ പ്രത്യാശയും ആഗമനകാലത്തിലെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഹൃത്ത് ജപം. പുൽക്കൂട്ടിലെ അമ്മേ, ഉണ്ണീശോയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. പുൽക്കൂട്ടിലെ അമ്മേ, ഉണ്ണീശോയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. പുൽക്കൂട്ടിലെ അമ്മേ, ഉണ്ണീശോയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ആമേൻ.